പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് സസ്പെൻഷനിലായിരുന്ന മാലദ്വീപിലെ 2 മന്ത്രിമാർ രാജിവെച്ചു. ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയും പിന്നീട് പരാമർശം നടത്തിയ 3 മന്ത്രിമാരെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സോ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിമാർ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതോടെ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും മാലദ്വീപ് ആരംഭിച്ചു. മാലിയിലെ ചൈനയുടെ സ്വാധീനമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടിയതെന്ന് ഇന്ത്യ സംശയിക്കുന്നു. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന മാലദ്വീപുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യ കാലാകാലമായി ശ്രദ്ധ പുലർത്തിയിരുന്നു. അതേസമയം വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരും രാജിവെച്ചതെന്ന് മാലദ്വീപിലെ സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മൊയ്സുവിന്റെ ന്യൂഡൽഹി സന്ദർശനത്തിന് മുന്നോടിയായാണ് മന്ത്രിമാരുടെ രാജിയെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശിച്ചിരുന്നു. ഇക്കഴിഞ്ഞ മെയിൽ മാലിയിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പുറത്താക്കിയതിനു ശേഷം മാലദ്വീപിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര കൂടിയായിരുന്നു അത്. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടിയിലെ 3 മന്ത്രിമാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചത് ഇന്ത്യയിൽ വലിയ വിവാദമായി മാറി. ഇന്ത്യൻ സെലിബ്രിറ്റികൾ അടക്കം മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തി രംഗത്തെത്തിയതോടെ രാജ്യത്തിന്റെ പ്രധാന വരുമാനമായ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ വിമർശിച്ച് മാലദ്വീപ് മന്ത്രി രംഗത്തെത്തിയത്. ഈ വർഷം ജൂണിൽ നടന്ന 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മൊയ്സു പങ്കെടുത്തിരുന്നു. എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയിട്ടില്ല. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യയുമായി മാലദ്വീപിനുണ്ടായിരുന്ന ബന്ധത്തിൽ വലിയ തരത്തിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ചൈനയുമായി പ്രതിരോധ ഉടമ്പടി രൂപീകരിച്ചതിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തോടും ഉദ്യോഗസ്ഥരോടും രാജ്യം വിടാൻ മെയ് മാസത്തിൽ മുഹമ്മദ് മൊയ്സു ആഹ്വാനം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് സൈന്യത്തിന്റെ ഭാഗമായവർ സൈനിക വേഷത്തിലോ സിവിലിയൻ വേഷത്തിലോ രാജ്യത്തുണ്ടാകരുതെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ മാലദ്വീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ വർഷം ആദ്യം, കൃത്യമായി പറഞ്ഞാൽ 10 മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപ് സന്ദർശിച്ചതോടെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നത്. അതോടുകൂടി തന്നെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി തന്നെ മാലദ്വീപിനെ ബഹിഷ്കരിക്കാനും തുടങ്ങി. ഇതോടെ വലിയ തരത്തിലുള്ള ഇടിവായിരുന്നു മാലദ്വീപ് വിനോദസഞ്ചാര മേഖലയിൽ നേരിടേണ്ടി വന്നത്. ഇതോടുകൂടിയാണ് ഇന്ത്യയുമായി കൊമ്പുകോർക്കുന്നതിലും നല്ലത് അനുനയം തന്നെയാണെന്ന പാത മാലദ്വീപ് സ്വീകരിക്കാൻ ഒരുങ്ങിയത്. 2023 മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയതു മുതൽ കടുത്ത ഇന്ത്യാവിരുദ്ധ നിലപാടായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തതടക്കമുള്ള നടപടികളിലൂടെ ഇന്ത്യയോടുള്ള നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നുവെന്ന് തന്നെ വേണം കരുതാൻ.